Assalamu alaikum. ഞാൻ നിങ്ങളെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, എസ്പെഷ്യലി ഫോർ കിഡ്സ് ആൻഡ് ഓൾസോ ഫോർ ഡയബറ്റീസ്. സോ വെൽക്കംസ് ടു എൻജീസ് കേരള കിച്ചൺ. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാനൊരു 3/4 ഗ്ലാസ്സിൽ റാഗി എടുത്തിട്ടുണ്ട്. റോ റാഗിയാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം അതേ അളവിൽ തന്നെ നമുക്ക് ചെറുപയർ എടുക്കാം. ഈ റാഗിയും ചെറുപയറും പിന്നെ ഒരു 1/4 ഗ്ലാസ് മാത്രം ഉഴുന്നും ഒരു 1 ടേബിൾ സ്പൂൺ ഉലുവയും നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കൊരു 6 to 8 hours സോക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഞാനൊരു 8 hours ശേഷം വാഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനി ഇത് നമുക്ക് നമ്മുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. അതിനു മുന്നേ ഇതിലേക്ക് ഒരു 2 ചെറിയുള്ളിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മാത്രം കായവും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോഴാണ് ഒരു നല്ലൊരു ടേസ്റ്റ്, ഒരു ഫ്ലേവർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ഇട്ടിട്ടാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. വെള്ളം ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വെള്ളം ഒഴിച്ച് നമ്മൾ അരക്കേണ്ട, അതിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് കട്ടിക്ക് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫെർമെൻറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഒരു 4 to 6 hours വെക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ദോശയായിട്ടോ ഇഡ്ഡലിയായിട്ടോ ഉപയോഗിക്കാം. ഇഡ്ഡലിയായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇച്ചിരി തരിയിട്ട് അരക്കുക. അതിനുശേഷം ഇഡ്ഡലി തട്ടിൽ വെച്ചെടുത്താൽ മതി. എൻ്റെ മക്കൾക്ക് ഏതാണെങ്കിലും ദോശയായിട്ട് എടുക്കുന്നതാണ് ഇഷ്ടം. അത് കാരണം ഞാനിത് ദോശയായിട്ടാണ് എടുക്കുന്നത്. ഇതിൻ്റെ കളറോ മണമോ ഒന്നും കണ്ട് നമ്മൾ ഭയപ്പെടുകയൊന്നും വേണ്ട. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണുള്ളത്. നമുക്കും ഇഷ്ടപ്പെടും ഇതിൻ്റെ ടേസ്റ്റ്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് നെയ്യ് കൂടെ തൂക്കിക്കൊടുത്ത് ദോശ ചുട്ടെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇരുമ്പിൻ്റെ തവയാണ് ദോശ ചുട്ടെടുക്കുന്നത്. അതൊന്ന് എണ്ണ പുരട്ടിയതിന് ശേഷം ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ആ ചൂടൊന്ന് ബാലൻസ് ചെയ്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിന് ഇച്ചിരി വേവുണ്ട്. സാധാരണ നമ്മൾ അരിയുടെ ഉപയോഗിക്കുന്ന പോലെ അല്ല, കുറച്ച് വേവുണ്ട്. 2 വശവും തിരിച്ചും മറിച്ചു വിട്ട് വേവിച്ചതിന് ശേഷം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ സാധാ ദോശ ചുട്ടെടുക്കുന്ന പോലെ തന്നെ എടുക്കാവുന്നതാണ്. പിന്നെ ഇത് കൂടുതലും ഗാർലിക് ചട്നിയുടെ കൂടെ ആയിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. തേങ്ങാ ചട്നിയുടെ കൂടെയും നല്ല ടേസ്റ്റ് തന്നെയാണ്. സോ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഡയബറ്റീസിനൊക്കെ വളരെ നല്ലതാണിത്. കുട്ടികൾ നന്നായിട്ട് കഴിക്കും. ഈ പയറൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. സോ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. രണ്ട് വശവും നന്നായിട്ട് നല്ല നറുനെയ്യൊക്കെ ഉപയോഗിച്ച് മൊരിയിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇത് കഴിക്കാൻ വേറെ കറിയുടെ പോലും ആവശ്യമില്ല. എന്താണെങ്കിലും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. ഇത് എൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും തന്നെ കഴിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇങ്ങനെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു.